ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം പൊടി, ചെറിയ ജീരകം പൊടിച്ചതാണ്. കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഗരം മസാലയാണ്, അതോടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കടലമാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടലമാവ് ചേർക്കുന്നില്ല, അതിന് പകരം കോൺഫ്ലവർ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം. ഞാൻ പനീർ ടിക്കയ്ക്ക് ഒരു നല്ല കളർ കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു സൺഫ്ലവർ ഓയിലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതാണ്. ഒലിവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്യൂബ്സായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പനീർ, അതേപോലെ മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള, ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനി 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്കീവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് മഷ്റൂമും പനീറും രണ്ടും ഇടകലർത്തിയാണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി OTG ഇത് പ്രീ ഹീറ്റ് ചെയ്തതാണ്. 10 മിനിറ്റ് ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്കതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ഇതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം നന്നായി സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. നമുക്കിതിന് വേണ്ടി ഒരു ചട്നി തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് തൈര്, മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പൊട്ടുകടല,
ഇതിലേക്ക് കുറച്ച് ജീരക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സിയിൽ ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി റിമൂവ് ചെയ്യാം. എല്ലാം ഞാൻ ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി കുറച്ചുകൂടെ തൈരൊഴിച്ച് അതിലേക്ക് അരച്ച് വെച്ച് ചട്നി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.